हरि ओम श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओं श्री महात्रिपुरसुन्दर्ये नमः। मंगलाचरण। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय യതിരാചായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 68ാമത്തെ ശ്ലോകം. ഇവിടെ കഴുത്തിനെയാണ് വർണ്ണിക്കുന്നത്. ഭുജാശ്ലേഷാത് നിത്യം പുരതമയിതും കണ്ടകവതി തവ ഗ്രീവാദത്തെ മുഖകമലനാളശ്രിയമിയം സ്വദശേദാകാലാഗരുബഹല ബഹുലജംബാലമലിനാ മൃണാളീലാളിത്യം വഹതിയദധോഹാരലതികാം. ഭുജാശ്ലേഷാത് നിത്യം പുരതമയിതുഃ കണ്ടകവതി തവ ഗ്രീവ. ഗ്രീവ പറഞ്ഞ കഴുത്ത്. ദത്തേ മുഖകമല നാള ശ്രിയം ഇയം സ്വതഃ ശ്വേത കാലഗരു ബഹുല ജംബാലമലിന മൃണാളീലാളിത്യം വഹതി യദധോഹാര ലതിക. നിത്യം പതിവായിട്ട് പുരതമയിതു ത്രിപുരാന്തകനായ പരമശിവന്റെ ഭുജാശ്ലേഷാത് കൈകളാലുള്ള ആലിംഗനത്താൽ കണ്ടകവതി രോമാഞ്ചമാകുന്ന മുള്ളുകളോടു കൂടിയ അങ്ങയുടെ നിന്തിരുവടിയുടെ ഇയംഗ്രീവ ഈ പരിദൃശമാനമായ ഈ കഴുത്ത് മുഖകമലനാളശ്രിയം മുഖമാകുന്ന താമരപ്പൂവിൻ്റെ തണ്ടിൻ ഭംഗിയെ ദത്തേ വഹിക്കുന്നു. അതായത് ഒരു താമരപ്പൂ ഉണ്ടായാൽ അതിൻ്റെ തണ്ടുണ്ടാവുമല്ലോ, അതിപ്പോൾ ഭഗവതിയുടെ മുഖം താമരപ്പൂവ്, അതിൻ്റെ കണ്ടം, അതിൻ്റെ തണ്ട്. ഇത് യാതൊന്ന് ഹേതുവായിട്ട് അധഃ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ സ്വതഃ ശ്വേത സ്വഭാവേന വെളുത്ത നിറത്തോടുകൂടിയ കാലാഗരു ബഹുള ജംബാള മലിന കാരകിൽ അകിലുണ്ടല്ലോ, കാരകിൽ ചേർത്തതായ കുറിക്കൂട്ടാകുന്ന ചെളി, അതായത് അത് ഇങ്ങനെ വെള്ളമയമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ചെളി എന്ന് പറഞ്ഞത്. ധാരാളം പറ്റുകയാൽ മലിനമായും ഇരിക്കുന്ന ഹാരലതിക മുത്തുമാല മൃണാളിയിലാളിത്യം ചെളി പുരണ്ട താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു പറഞ്ഞതേ. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ ഈ കഴുത്ത് ത്രിപുരാന്തകനായ പരമശിവന്റെ ഭഗവാന്റെ കൈകളാലുള്ള ആലിംഗനത്താൽ എല്ലാ സമയവും രോമാഞ്ചമുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയതായിട്ട് രോമം ഇങ്ങനെ എഴുന്നു നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുമല്ലോ, അതുകൊണ്ടിവിടെ മുള്ളുകളെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിട്ട് മുഖപത്മത്തിൻ്റെ തണ്ടിനുള്ളതായ ഭംഗിയെ വഹിക്കുന്നു. മുഖപത്മം എന്ന് പറഞ്ഞാൽ മുഖമാകുന്ന താമര, അതിൻ്റെ തണ്ടിനുള്ള ഭംഗി കഴുത്തിനായിട്ട് പറയുന്നു, കഴുത്ത് തണ്ടായിട്ട് പറയുന്നു. എപ്രകാരമെന്നാൽ കഴുത്തിൻ്റെ ചുവട്ടിലായി പ്രകൃത്യാ വെളുപ്പ് നിറമുള്ളതും കാരകിൽ കൂട്ടിയ കുറിക്കൂട്ട് ധാരാളമായി പറ്റുകയാൽ, മിക്കവാറും സ്ത്രീകൾ നെറ്റിക്ക് കുങ്കുമം ചാർത്തിക്കഴിഞ്ഞാൽ കഴുത്തിനും വെക്കും അല്ലേ, അതുപോലെ തന്നെ ഇവിടെ ഭഗവതിയും കഴുത്തിന് കാരകിൽ കൂട്ടിയ കുറിക്കൂട്ട് ധാരാളമായി ചേർത്തിട്ടുണ്ട്. അവിടെ എന്തു പറ്റി? അത് ഈ പറ്റുകയാൽ ചെളി പുരണ്ടതുപോലെ ഇരിക്കുന്നതുമായ മുത്തുമാല. അപ്പോൾ കഴുത്തിൽ മുത്തുമാല ധരിച്ചിട്ടുണ്ട്. ആ മുത്തുമാല ഈ കാരകിൽ കൂട്ടിയ കുറിക്കൂട്ടുമായിട്ട് പരണ്ടിട്ട് അതിനെ കുറിക്കൂട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മുത്തുമാല താമര വളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. അതിന് ചെളി പുരണ്ട് പോലെ എന്ന് പറയപ്പെടുന്നത് ആ കാരകിൽ കൂട്ടിയ കുറിക്കൂട്ടാണ് മുത്തുമാലയ്ക്ക് പറ്റിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടത് അങ്ങനെ താമര ചെളിയിലാണല്ലോ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ചെളി എന്ന് പറഞ്ഞത്. അപ്പോൾ താമര വലയത്തിൽ ചെളി പുരണ്ടതുപോലെ മുത്തുമാലയിൽ ചെളി ആ കുറിക്കൂട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് അതും ഒരു സൗഭാഗ്യമായിട്ട് ഇവിടെ പറയുന്നു. ഹരി ഓം. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണേ, നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാച
മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമഃ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം.